നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് 1875കളിൽ നടന്ന ഒരു കഥയാണ്. ഒരു ആനവേട്ടയുടെ കഥ. മാണ്ഡലിയിലെ ഭ്രാന്തൻ ആനയുടെ കഥ. അതിനെ കൊന്ന ആർതർ ബ്ലൂംഫീൽഡിന്റെ കഥ. അക്കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയാണെന്ന് പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആ സമയത്ത് ബ്ലൂംഫീൽഡ്. മധ്യപ്രദേശിലെ മാണ്ഡല ജില്ലയിൽ നടന്ന നാശം വിതച്ചുകൊണ്ടിരുന്ന ആ കൊമ്പനെക്കുറിച്ചുള്ള കഥയാണ്. അക്കാലത്ത് അദ്ദേഹം ആ ജില്ലയുടെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു. നമുക്കിനി ഒട്ടും താമസിക്കാതെ നേരെ കഥയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുവാൻ മറക്കല്ലേ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. മാണ്ഡലയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് കഥയിലേക്ക് പോകാം. മധ്യപ്രദേശത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മാണ്ഡല ജില്ല പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സമൃദ്ധമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ഒരു അപൂർവ സമ്മിശ്രണമാണ്. പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മാണ്ഡല പ്രകൃതി സ്നേഹികൾക്ക് ഒരു സ്വർഗമാണ്. നർമ്മദാ നദി ജില്ലയിലൂടെ ഒഴുകുന്നു. അതിൻ്റെ തീരങ്ങളിൽ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന കാൻഹ ദേശീയോദ്യാനം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അത് കടുവകൾക്കും മറ്റു വന്യജീവികൾക്കും പ്രസിദ്ധമാണ്. മാണ്ഡല ജില്ലയിൽ പല ചരിത്രങ്ങളും ഉറങ്ങുന്നുണ്ട്. ഇതിലേറെയും സംഭവിച്ചിരിക്കുന്നത് ഗോണ്ട് രാജവംശത്തിൻ്റെ ഭരണകാലത്താണ്. 1875 പ്രസിദ്ധമായ ഭ്രാന്തനാനയുടെ സംഭവങ്ങളും ഇവിടെയാണ് നടന്നത്. ആ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഗോണ്ട്, ബൈഗ തുടങ്ങിയ ആദിവാസി സമൂഹങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. കലാപാരമ്പര്യത്തിന് മാണ്ഡല പേരുകേട്ടതാണ്. കൃഷിയും വനവിഭവങ്ങളുമാണ് ഇവിടുത്തെ സാമ്പത്തിക അടിത്തറ. ഇത്രയൊക്കെയാണ് ഈ സ്ഥലത്തെപ്പറ്റി എനിക്ക് പറയുവാനുള്ളത്. 1830, 1840 കാലഘട്ടത്തിൽ ബെറോറിൽ നടന്ന കലാപങ്ങളിലൊന്നിൽ എൽപ്ഷ്പൂരിൽ നിന്നും ഒരാൺ ആന ഉടമയിൽ നിന്നും രക്ഷപ്പെട്ടു. വടക്കോട്ട് കാട്ടിലേക്ക് ഓടിപ്പോയി. അത് മധ്യപ്രദേശിലൂടെ കിഴക്കൻ ഘട്ട് വരെ നീളുന്ന മലനിരകളിലൂടെയായിരുന്നു കടന്നുപോയത്. അങ്ങനെ ആന ചിന്ദ്വാര ജില്ലയിൽ എത്തി. നാഗ്പൂർ രാജാവ് അതിനെ പിടികൂടാൻ കാലാൾപ്പടയും കുതിരപ്പടയും അയച്ചു. മാസങ്ങളോളം അവർ ആനയെ അന്വേഷിച്ചു. അവിടെ എത്തിച്ചേർന്ന ആ കൊമ്പനെ പിടികൂടുവാൻ പല തന്ത്രങ്ങളും പല കെണികളും അവിടുത്തെ ആളുകളും സൈനികരും കൂടി നടത്തി നോക്കി. എന്നാൽ യാതൊരു ഫലവും കണ്ടില്ല. മാസങ്ങൾക്കിപ്പുറം ആന ചിന്ദ്വാര കുന്നുകൾക്ക് വിട നൽകി നാഗ്പൂർ നഗരത്തിലൂടെ കടന്ന് വടക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് ബാലാഘാട്ട് കുന്നുകളിൽ എത്തി. അവൻ എത്തിച്ചേർന്ന മലനിരകളിൽ ഇടതൂർന്ന വൃക്ഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഗോണ്ട്, ബൈഗ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നു അവിടെയുള്ള ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്നത്. ആന ആ മലനിരകളിലേക്ക് എത്തിയെങ്കിലും അവനെ പിന്തുടർന്നു വന്ന സൈന്യവും വേട്ടക്കാരും അവനെ വിട്ടുകളയുവാൻ തയ്യാറായിരുന്നില്ല. ആനയെ പിടിക്കുവാൻ വേണ്ടി പല വാരിക്കുഴികളിലും കുന്നിന്റെ പല ഭാഗങ്ങളിലും അവർ ഒഴുക്കി. എന്നാൽ ആന അതിലൊന്നും വീണില്ല. ഇങ്ങനെയുള്ള ഈ മനോഹരമായ കുന്നുകളിലൂടെ അവൻ സ്വൈര്യവിഹാരം നടത്തി. അവൻ സ്വതന്ത്രമായി അലഞ്ഞു തിരിഞ്ഞു നടന്നു. ആ കുന്നുകളിൽ അവന് കഴിക്കുവാൻ ആവശ്യത്തിന് പഴങ്ങളും ഇലകളും വേരുകളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം അവൻ ആവോളം ആഹരിച്ച് മനുഷ്യവാസം തീരെ കുറഞ്ഞ സ്ഥലങ്ങളിലൂടെ അവൻ സഞ്ചരിച്ചു. മനുഷ്യന്റെ മുന്നിലേക്ക് അവൻ വരുവാൻ പോലും തയ്യാറായിരുന്നില്ല. അതുമാത്രമല്ല, അവൻ ഇപ്പോൾ എത്തിയിരുന്ന പ്രദേശങ്ങളിൽ മനുഷ്യർ അപൂർവമായി മാത്രമേ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യരുമായുള്ള കാഴ്ച വളരെ കുറവുമാണ്. അവൻ ഒരിക്കൽ പോലും അവിടെ താമസിച്ചിരുന്ന ആ കുന്നുകൾക്ക് താഴെയും മറ്റും താമസിച്ചിരുന്ന ആദിവാസി വിഭാഗങ്ങൾ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളിലേക്ക് എത്തിപ്പോലും നോക്കുവാൻ തയ്യാറായില്ല. എന്നുവെച്ചാൽ അവൻ ഒരിക്കലും ആക്രമിച്ചില്ല. 1868 വിർണകർത്താവ് ബാലക്കോട്ട് ജില്ലയിലെ ഡെപ്യൂട്ടി കമ്മീഷണറായി ചേർന്നപ്പോൾ ആന വടക്കുള്ള ഫൈസൻഘട്ട് പ്രദേശത്തിലെ വനങ്ങളിലായിരുന്നു. അവനിപ്പോൾ വിഹരിച്ചു കിടക്കുന്ന ആ സ്ഥലത്ത്, ആ വനത്ത് ഗോത്രവിഭാഗക്കാർ വളരെ കുറവാണ്. മഴക്കാലമാകുമ്പോഴേക്കും അവൻ മലയിറങ്ങും. അടുത്തുള്ള കൃഷിയിടങ്ങളിലേക്ക് പോകും. അവിടെ താമസിക്കുന്ന കർഷകരും മറ്റും കൃഷിയിടങ്ങളിലും മറ്റും ഇട്ടിട്ട് പോകുന്ന കലപ്പയും മറ്റും എടുത്തുകൊണ്ടു പോകുന്നത് അല്ലെങ്കിൽ അവിടെ നിന്നും മാറ്റിയിടുന്നതെല്ലാം അവൻ്റെ കുസൃതികളായിരുന്നു. എങ്കിലും അവൻ കൃഷിയിടങ്ങളിൽ വലിയ നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. മധ്യപ്രദേശിൽ ബലിസ്പൂർ ജില്ലയിലെ മാറ്റിൻ, ഉപ്രോറ സമാന്തരികളിൽ മാത്രമാണ്, നീന്താരികളിൽ മാത്രമാണ് കാട്ടാനകളുള്ളത്. അതും ഈ കാടുകളിൽ നിന്നും ഏകദേശം 250 മൈൽ അകലെയാണ്. അതിനാൽ തന്നെ മറ്റാനക്കൂട്ടുകളുമായി യാതൊരു ബന്ധമോ അടുപ്പമോ ഇവനുണ്ടായിരുന്നില്ല. അതിനാലൊക്കെ ആയിരിക്കാം ഇവൻ്റെ കൂട്ട് 2 കാട്ടുപോത്തുകളുമായിരുന്നു. കൂടുതൽ സമയവും അവിടുത്തെ ആളുകൾ ആനയെ കണ്ടിരുന്നത് ആ കാട്ടുപോത്തുകൾക്കൊപ്പമാണ്. പലതവണയും ഞാൻ വനത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ അവൻ്റെ കാലടയാളങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ കാലടയാളം മഴക്കാലത്തുണ്ടാക്കിയവയാണ്. ഒരുപാട് മാസം പഴക്കമുള്ള കാൽപ്പാടാണ്. അതുകൊണ്ട് തന്നെ അത് പിന്തുടർന്നു പോകുവാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അതുമാത്രമല്ല,
ഔദ്യോഗിക കടമ ഉള്ളതുകൊണ്ട് തന്നെ അന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും എനിക്ക് കഴിയുമായിരുന്നില്ല. ഇതിനെല്ലാം പുറമെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ശല്യവും ചെയ്യാതെ നടക്കുന്ന ഒരു കാട്ടാനയെ കൊല്ലാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അതുമാത്രമല്ല, അവനെ ജീവനോടെ പിടിക്കുകയാണെങ്കിൽ അവനെക്കൊണ്ട് പല ഉപയോഗങ്ങളുമുണ്ട്. കൃത്യമായ അവൻ്റെ വിവരങ്ങളും പുതുതായ കാലടയാളങ്ങളും ഇല്ലാതെ എങ്ങനെയാണ് ഒരാനയെ പിന്തുടരാൻ കഴിയുക? ഇവയൊന്നുമില്ലാതെ ആ പഴയ പാടുകൾ പിന്തുടർന്നു പോകുന്നത് വെറും സമയം പാഴാക്കൽ മാത്രമാണ്. 1870-71 ശീതകാലത്തിലാണ് ഈ ആന മണ്ഡല ജില്ലയിൽ പ്രവേശിക്കുന്നതും നിരവധി ആളുകളെ കൊല്ലുന്നതും ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇവൻ വീണ്ടും കടന്നു വരുന്നതും. ജനുവരി 27-നും ഫെബ്രുവരി 17-നും ഇടയിൽ ഏകദേശം 21 പേരെയാണ് അവൻ കാലപുരി കഴിച്ചത്. അതിൽ 6 പുരുഷന്മാരും 8 സ്ത്രീകളും 7 കുട്ടികളും ഉൾപ്പെടും. അവിടുത്തെ പോലീസ് റിപ്പോർട്ട് പ്രകാരം ജനുവരി 27-ാം തീയതി രാത്രിയിലാണ് മാണ്ഡ്ല ജില്ലയിലെ കിഴക്ക് ഭാഗത്തെ താരാജ് ഗ്രാമത്തിൽ ആന ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ഇതവിടുത്തെ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 9 മൈൽ അകലെയാണ്. ആനയെ കണ്ടയുടനെ തന്നെ അക്രമാസക്തനായി അവിടേക്കെത്തിയ ഗ്രാമത്തിലേക്ക് ചിഹ്നം വിളിച്ചെത്തിയ ആനയെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ആളുകൾ വീടുകളുടെ മേൽക്കൂരയിൽ അഭയം പ്രാപിച്ചു. എന്നാൽ മറ്റാളുകൾ വീടിന്റെ മേൽക്കൂരകളിലേക്ക് കയറി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഒരു സ്ത്രീയും കുട്ടിയും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അങ്ങനെ ഓടുന്നതിന്റെ കൂട്ടത്തിൽ ആ മൃഗത്തിന്റെ ശ്രദ്ധ അവരിലേക്ക് വീണു, അവരിലേക്ക് കേന്ദ്രീകരിച്ചു. എന്നാൽ ആനയുടെ വേഗത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ആന അവരെ നിഷ്കർണം കൊന്നു. പിന്നീട് അവൻ പ്രത്യക്ഷപ്പെട്ടത് ജനുവരി 30-ാം തീയതി രാത്രിയിൽ കുക്രാമത്ത് ഔട്ട് പോസ്റ്റിൽ നിന്നും ഏകദേശം 9 മൈൽ പടിഞ്ഞാറുള്ള ബർബസ്പൂരിലെ രാംഗഡ് സർക്കിളിലാണ്. അവിടെ വെച്ച് അവനൊരു സ്ത്രീയെ അതിക്രൂരമായി കൊന്നു. അവളുടെ ശരീരം അവൻ ചവിട്ടി വലിച്ചു കീറി. ശരീരത്തിൽ നിന്നും വേർപെട്ട രീതിയിലാണ് പിന്നീട് അവളുടെ ശരീരം അവിടുത്തെ ആളുകൾ കണ്ടെത്തിയത്. പിന്നീട് ഫെബ്രുവരി 1-ാം തീയതി ബർബാസ്പൂരിനടുത്തുള്ള അമ്രിയ എന്ന ഗ്രാമത്തിലേക്ക് അവൻ കടന്നു വരികയും അവിടെ ഒരു പുരുഷനെയും സ്ത്രീയെയും കൊല്ലുകയും ചെയ്തു. പിന്നീട് ആന കടന്നു ചെന്നത് ദ്രോൺഗ്രിയ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. അവിടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ആന വരുന്ന വിവരം പറഞ്ഞ് അവിടുത്തെ ഗ്രാമീണർ ചിതറിയോടി. എന്നാൽ നിർഭാഗ്യവതികളായ 2 വൃദ്ധ സ്ത്രീകളെ അവൻ പിടികൂടി. അവരുടെ ജീവൻ ആ വലിയ ആനയുടെ കാൽക്കടിയിൽപ്പെട്ട് ചിന്നിച്ചിതറി. പിന്നെ മറ്റൊരു കാര്യം കൂടി അവിടുത്തെ ഗ്രാമീണർ പറഞ്ഞു. അവിടെ വെച്ച് അവൻ ചവിട്ടിക്കൊന്ന ആ സ്ത്രീകളെ ചവിട്ടി അരച്ചുവെന്ന്. എന്നാൽ അതിസാഹസികമായി മരണത്തിൽ മുന്നിൽ നിന്നും ഒരു സ്ത്രീ രക്ഷപ്പെട്ടിരുന്നു. അവരെ ആന തട്ടിയിട്ടതാണ്, അവരുടെ നെഞ്ചിൽ കാല് വെച്ചതുമാണ്. എങ്ങനെയൊക്കെയോ അവർ പിടച്ചെഴുന്നേറ്റ് ആനയുടെ പിടിയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ആന പോയത് രാംഗഡിൽ നിന്നും 12 മൈൽ തെക്കുള്ള മനോരിയിലേക്കാണ്. മനോരി എന്ന ഗ്രാമത്തിലേക്കാണ്. രാത്രിയിൽ അവിടെ ചെന്ന ആന 2 സ്ത്രീകളെയും ഒരു കുട്ടിയെയും കൊന്നു. എന്നാൽ ഇതിൽ വിചിത്രമായി തോന്നിയത് അവൻ അവിടെ വെച്ച് കൊന്നവരുടെ ശരീരഭാഗങ്ങളോ ശരീരമോ കണ്ടെത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല എന്നതാണ്. ഈ സംഭവം നടന്ന് ഏകദേശം 20 ദിവസങ്ങൾക്കപ്പുറമാണ് ഇതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട് എൻ്റെ സ്റ്റേഷൻ ഹൗസിലേക്ക് എത്തുന്നത്. ഓട്ടൂർ ഗ്രാമത്തിലെ ഗ്രാമകാവൽക്കാരാണ് ഈ വിവരം എന്നെ അറിയിക്കുന്നത്. അതുമാത്രമല്ല, ഈ സംഭവത്തിൽ അദ്ദേഹം ദൃക്സാക്ഷി കൂടിയാണ്. ആന അവൻ്റെ ആക്രമണം മുന്നോട്ട് തന്നെ കൊണ്ടുപോയി. ഫെബ്രുവരി 5-ന് രാവിലെ രാംഗഡിന് 9 മൈൽ തെക്കുള്ള കാർബേലിയിൽ അവനെത്തി. അവിടുത്തെ ഗ്രാമത്തിൽ ഏകദേശം 2 തവണ അവൻ കയറുകയും ഇറങ്ങുകയും ചെയ്തു. ആ ഗ്രാമം അവൻ്റെ കൈപ്പിടിയിലാക്കി. അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മയുടെ കയ്യിൽ നിന്നും അവരുടെ കുഞ്ഞിനെ അവൻ തട്ടിയെടുത്ത് കൊന്നു. അതേ ദിവസം സന്ധ്യയ്ക്ക് ആ ഗ്രാമത്തിന് സമീപത്തുള്ള മറ്റൊരു ഗ്രാമമായ കത്തോലി ദാദറിലേക്ക് അവൻ ചെന്നു. അവിടെയും ഒരാളെ ആന നിഷ്കർണം കൊന്നു. ആ ഗ്രാമത്തിൽ വെച്ച് അവൻ കൊന്ന ആ ഇരയെ അവൻ ചവിട്ടിത്തേക്കുകയും ശരീരത്തിൽ നിന്നും അവയവങ്ങൾ വേർപെടുത്തുകയും ചെയ്തുവെന്നാണ് കണ്ടു നിന്നവർ പറഞ്ഞത്. ഇതേ സംഭവം നടന്ന അന്ന് രാത്രിയിൽ 8 മണിക്ക് അതേ പരിസരത്തുള്ള നിഖാരി എന്ന ഒരു ഗ്രാമത്തിലേക്ക് അവൻ കടന്നു ചെന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ അവൻ കൊല്ലുകയും അവരുടെ ശരീരം ചവിട്ടി അരയ്ക്കുകയും ചെയ്തു. എന്നിട്ടും കലി അടങ്ങാത്തത് കൊണ്ടായിരിക്കാം അവിടെ നിന്നും ഏകദേശം തൊട്ടടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. ആ ഗ്രാമത്തിൻ്റെ പേര് ബൈനയിൽ എന്നാണ്. അവിടെ ഉണ്ടായിരുന്ന 80 വയസ്സുള്ള ഒരു വൃദ്ധയെ കൂടി അവൻ കൊന്നു. അവന് ഇരയായി തീരുന്ന ഇരകളെ അവൻ അതിക്രൂരമായാണ് കൊല്ലുന്നത്. ശരീരത്ത് നെഞ്ചിലേക്ക് കാലമർത്തി വെച്ച് കൈകളും കാലുകളുമെല്ലാം ശരീരത്തിൽ നിന്നും പിഴുതെറിയും, ചവിട്ടി അരയ്ക്കും, മുഖം മണ്ണോട് മണ്ണ് ചേർക്കും. ഒരാൾക്ക് പോലും ആ കാഴ്ച കണ്ടു നിൽക്കുവാൻ സാധിക്കില്ല എന്നാണ് അവിടെയുള്ള ആളുകൾ പറഞ്ഞത്. അത്രയും ക്രൂരമായിട്ടാണ് ആന തൻ്റെ ഇരയെ നേരിടുന്നത്. ഫെബ്രുവരി 7-ാം തീയതി രാത്രിയിൽ രാംഗഡ് തഹസീലിനും
സ്റ്റേഷൻ ഹൗസിനും സമീപത്തുള്ള ഉമ്രോപൂർ എന്ന ഗ്രാമത്തിലേക്ക് കടന്നു വന്നു. അവിടെ കോലാഹലങ്ങളും അവൻ്റെ അലർച്ചയും അവിടെ ഉയർന്നു കേട്ടു. ഗ്രാമത്തിലെ ആളുകൾ ഭയം കൊണ്ട് അവരുടെ കുടികളിൽ തന്നെ താമസിച്ചു. ആന ഗ്രാമമെന്നും ചുറ്റിക്കറങ്ങുകയും പോർവിളികൾ നടത്തുകയും ചെയ്തു. ഗ്രാമത്തിൽ നിന്നും 1-2 പേർ സ്റ്റേഷനിലേക്ക് ഓടുകയും സ്റ്റേഷൻ ഹൗസിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഫലമായി സ്റ്റേഷനിൽ നിന്നും 12-14 പേർ ആ ഗ്രാമത്തിലേക്ക് എത്തി. പോലീസുകാർ അവർ ആനയ്ക്ക് നേരെ വെടിയുതിർത്തു. വെടിയുടെ ശബ്ദവും പുകയും ആനയെ അവിടെ നിന്നും ദൂരേക്ക് തുരത്തി ഓടിച്ചു. എന്നാൽ അവൻ്റെ കലി അടങ്ങിയിരുന്നില്ല. അവൻ അവിടെ നിന്നും എത്തിച്ചേർന്നത് ബിജോരി എന്ന ഗ്രാമത്തിലായിരുന്നു. അതുവഴി ഒഴുകുന്ന ഒരു നദിയുടെ തീരത്ത് പിറ്റേ ദിവസം ഒരു പുരുഷന്റെയും ഒരു കുട്ടിയുടെയും ശരീരം കണ്ടെത്തുകയായിരുന്നു. ആന ചവിട്ടിക്കൊന്ന നിലയിൽ. നാട്ടിലേക്ക് ഇറങ്ങി വന്ന ആ കൊലയാന നാടെങ്ങും വിറപ്പിച്ചു. ഗ്രാമത്തിലെങ്ങും ഭയം ജനിപ്പിച്ചു. ഗ്രാമത്തിൽ നിന്നും കുറച്ചുപേർ അവൻ്റെ ശല്യം കാരണം അവനെ ഭയന്നുകൊണ്ട് അടുത്തുള്ള കുന്നുകളിലേക്കും വനങ്ങളിലേക്കും മാറി താമസിച്ചിരുന്നു. ഈ സംഭവം നടന്നതിന് പിറ്റേ ദിവസം, അതായത് നമ്മൾ പറഞ്ഞില്ലേ പോലീസുകാർ അവന് നേരെ ഷൂട്ട് ചെയ്തുവെന്ന്, അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം രാത്രിയിൽ രാംഗഡിന് 3-4 മൈൽ പടിഞ്ഞാറുള്ള കുന്നുകളിലേക്ക് ആന കടന്നു ചെന്നു. അതുവഴി ഒഴുകുന്ന നദിയിലേക്ക് ആനയെ കണ്ട് ഭയന്നുകൊണ്ട് കുറച്ചുപേർ എടുത്തു ചാടി. അവരുടെ കൂട്ടത്തിൽ ഒരമ്മയും കുഞ്ഞുമുണ്ടായിരുന്നു. അമ്മയുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ അവൻ തട്ടിയെടുക്കുകയും കൊന്നു കളയുകയും ചെയ്തു. നമ്മൾ മുന്നേ പറഞ്ഞില്ലേ, ആനയുടെ ശല്യം ഗ്രാമത്തിൽ കൂടിയതോടെ, അതായത് ഇവൻ്റെ ശല്യം ഗ്രാമത്തിൽ ഭയം ജനിപ്പിച്ചതോടെ അവനിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ഇവിടേക്ക് ഓടിയെത്തിയവരായിരുന്നു അവരെന്ന്. അവർക്കാണ് ഇപ്പോൾ ഈ ഗതി വന്നിരിക്കുന്നത്. എങ്ങനെയൊക്കെയോ നദിയിൽ നീന്തിയവരും മറ്റും മറുകരയിലെത്തുകയും ആനയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് ആന അവിടെ നിന്നും സഞ്ചരിച്ച് വനത്തിനുള്ളിലേക്ക് പോയി. പ്രാന്ത് പിടിച്ച പ്രാന്തനാന എന്നാണ് അവിടുത്തെ ആളുകൾ അവനെ വിശേഷിപ്പിച്ചത്. പിറ്റേന്ന് രാത്രിയും അവന്റെ ആക്രമണങ്ങൾ തുടർന്നു. രാംഗഡിൽ നിന്നും അവൻ വടക്കോട്ടാണ് സഞ്ചരിച്ചത്. അവൻ എത്തിച്ചേർന്നത് ഷാംപൂർ എന്ന ഒരു ഗ്രാമത്തിലേക്കായിരുന്നു. അതുവഴി കടന്നുപോയ യാത്രക്കാർക്ക് നേരെ അവൻ അവന്റെ ആക്രമണം അഴിച്ചുവിട്ടു. അതുവഴി യാത്ര ചെയ്തവരുടെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായിരുന്നു ആന കടന്നു വന്നത്. ഒരു നിമിഷത്തേക്ക് പതറിപ്പോയ ആളുകൾ പല വഴിക്കും ചിതറിയോടി. അവരിൽ ഒരാളെ അവൻ ചാർജ് ചെയ്ത് പിന്തുടരുകയും അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തു. വഴിയരികിൽ വെച്ച് തന്നെ അവൻ്റെ ക്രൂരതകൾ അയാൾക്ക് മുന്നിൽ കാട്ടി. അയാളുടെ നെഞ്ചിലേക്ക് അവൻ്റെ കാലെടുത്തു വയ്ക്കുകയും ചവിട്ടി അമർത്തുകയും ചെയ്തു. നെഞ്ചി തകർന്ന് ഒരു നിലവിളിയോടെ അയാളുടെ ജീവൻ അവിടെ കഴിഞ്ഞു. തലയും കാലും വേർപെട്ട ശരീരമാണ് പിന്നീട് അയാളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കിട്ടിയത്. ഇതിനുശേഷം തൊട്ടടുത്ത രാത്രിയിൽ ബേൽഗാവിൽ നിന്നും ഏകദേശം 6 മൈൽ കിഴക്കുള്ള ബേൽജാര എന്ന ഗ്രാമത്തിലേക്ക് അവൻ എത്തി. അവിടെയും ഒരാളെ അവൻ കൊന്നു. പിന്നീടും അവൻ അവിടെ നിന്നും യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അവിടെ നിന്നും അവൻ എത്തിച്ചേർന്നത് മഹേശ്വിനി ഔട്ട് പോസ്റ്റിന് സമീപത്തുള്ള സലായ എന്ന ഗ്രാമത്തിലേക്കായിരുന്നു. അവൻ കടന്നുപോയ വഴികളിലൊന്നും വലിയ നാശനഷ്ടങ്ങളൊന്നും അവൻ വരുത്തി വെച്ചിരുന്നില്ല. സലായ എന്ന ഗ്രാമം നിൽക്കുന്നത് ബെൽഗാരിൽ നിന്നും ഏകദേശം 25 മുതൽ 30 മൈൽ അകലെയാണ്. സലായ ഗ്രാമത്തിന് അരികിലെത്തിയ കാട്ടാന ഫെബ്രുവരി 14 ഗ്രാമത്തിലേക്ക് അവന്റെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഗ്രാമത്തിലേക്ക് ചാർജ് ചെയ്തു വരുന്ന ആനയെ കണ്ട് അവിടുത്തെ ഗ്രാമീണർ ഉച്ചത്തിൽ നിലവിളിക്കുകയും 4 പാട് ചിതറിയോടുകയും ചെയ്തു. അലറി വിളിച്ചു വരുന്ന ആനയുടെ പിടിയിൽപ്പെടാതെ പലരും തലനാഴിഴയ്ക്കാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത്. എന്നാൽ നിർഭാഗ്യവാനായ ഒരു കുട്ടി മാത്രം ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ആനയുടെ പിടിയിൽ അമർന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഭാഗ്യമെന്നും നിർഭാഗ്യമെന്നും പറഞ്ഞതെന്ന് കുറച്ചുകൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം അവൻ്റെ പിടിയിൽപ്പെട്ട ആ കുട്ടിയെ അവൻ കൊന്നില്ല. എന്നാൽ അവൻ തുമ്പിക്കയിൽ ചുരുട്ടുകയും മുകളിലേക്ക് പോക്കുകയും താഴേക്ക് ഇടുകയും ചെയ്തു. പിന്നീട് അവനെ വെച്ച് ഉരുട്ടിക്കളിക്കുകയും പിന്നെ കൊല്ലാതെ ആ ബാലനെ വിടുകയുമാണ് ചെയ്തത്. ധാരാളം പരിക്കുകളും ഒടിവുകളും അവന്റെ ശരീരത്തിൽ സംഭവിച്ചിരുന്നു. എന്നാലും ഒരു അത്ഭുതമായി തോന്നുന്നത് എന്തുകൊണ്ടാണ് അവൻ ആ ബാലനെ കൊല്ലാഞ്ഞത് എന്നാണ്. കുട്ടികളെ പോലും അവൻ ഇതിനു മുന്നേയും അതിക്രൂരമായി കൊന്നിരിക്കുന്നു. എന്നാൽ ഈ ബാലനെ മാത്രം അവൻ എന്തിനാണ് കൊല്ലാതെ വിട്ടത്? ആ ബാലനെ മാത്രം കൊന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ അവൻ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയും നിരവധി വീടുകൾ തകർക്കുകയും ചെയ്തു. പിന്നീട് തൊട്ടടുത്ത ദിവസമായ ഫെബ്രുവരി 15 അവന്റെ ഭാഗത്തു നിന്നും മറ്റൊരു ആക്രമണം ഉണ്ടായി. മഹേശ്വനി ഔട്ട് പോസ്റ്റിൽ നിന്നും ഏകദേശം 12 മൈൽ പടിഞ്ഞാറുള്ള മതിയാരിയിൽ എന്ന ഒരു ഗ്രാമത്തിലാണ് ആന ഇറങ്ങിയത്. അവിടെ ഒരു പുരുഷനെയും സ്ത്രീയെയും അവൻ പരിക്കേൽപ്പിച്ചു. അവരെ പിടികൂടുകയും എറിയുകയും ഉന്തുകയും നിലത്തിട്ട് ഉരുട്ടുകയും എല്ലാം ചെയ്തു. എന്നാൽ അവരെയും അവൻ കൊല്ലാതെ വെറുതെ വിട്ടു. പക്ഷേ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ച അവൻ ആ ഗ്രാമത്തിലെ ഒരു കുടിൽ പൂർണ്ണമായും തകർത്തു. പിന്നീട് കുറച്ചു ദിവസത്തേക്ക് ആനയെപ്പറ്റിയുള്ള യാതൊരു വിവരങ്ങളും കിട്ടിയില്ല.
4 ദിവസങ്ങൾക്കപ്പുറം ഫെബ്രുവരി 19 അവനെപ്പറ്റിയുള്ള ഒരു റിപ്പോർട്ട് ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് എത്തി. അത് വന്നത് നാരായൺഗഞ്ച് സ്റ്റേഷൻ ഹൗസിൽ നിന്നുമായിരുന്നു. 17 രാത്രിയിൽ സ്റ്റേഷൻ ഹൗസിൽ നിന്നും 21 മൈൽ വടക്കുള്ള ബിസ്തരിയ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ആന കടന്നു ചെല്ലുകയും അവിടെ വെച്ച് ഒരാളെ കൊല്ലുകയും ചെയ്തു. മറ്റൊരാൾക്ക് ശരീരത്ത് മുറിപ്പാടുകൾ അവൻ സമ്മാനിച്ചു. കുറച്ച് ദിവസങ്ങൾ ആ ഗ്രാമത്തിന് പരിസരത്ത് അവൻ തുടർന്നിരുന്നു. 21-ാം തീയതി അവിടെ നിന്നും ചീഫ് കോൺസ്റ്റബിളും ഒരു സംഘം ആളുകളും ആനയെ ട്രാക്ക് ചെയ്യുകയും ചെയ്തു. അവനെ പറ്റിയുള്ള ആദ്യ റിപ്പോർട്ടുകൾ എൻ്റെ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഡെപ്യൂട്ടി കമ്മീഷണർ രംഗട്ട് സ്റ്റേഷനിലേക്ക് 6 പോലീസുകാരെ കൂടി എൻ്റെ അഭാവത്തിൽ അയച്ചു. ഈ ആളുകളും ആനയെ പിന്തുടർന്നുകൊണ്ട് മഹേശ്വരയ്ക്ക് സമീപം നർമ്മദാ നദി കടന്ന് നാരായൺഗഞ്ച് സർക്കിളിലേക്ക് പോയി. ആ സ്റ്റേഷനിൽ നിന്നും നമ്മൾ മുന്നേ പറഞ്ഞ ചീഫ് കോൺസ്റ്റബിൾ അവരോടൊപ്പം ചേർന്നു. ഫെബ്രുവരി അവസാനത്തോടെ ആന മണ്ഡല സർക്കിളിലെ ശ്യാംഗർപൂരിന് സമീപം നർമ്മദ അവൻ വീണ്ടും മുറിച്ചു കടന്നു. ഈ വിവരം വളരെ വേഗം തന്നെ എൻ്റെ സ്റ്റേഷനിലേക്ക് എത്തി. അവൻ അവിടെ എത്തി അടുത്ത ദിവസം തന്നെ ഞാൻ ശ്യാംഗർപൂരിലേക്ക് എത്തുകയായിരുന്നു ചെയ്തത്. ഞാനും എൻ്റെ കൂടെ അവിടേക്ക് എത്തിയ സംഘവും അവിടെ മുഴുവൻ തിരയുകയും ഞങ്ങൾ കണ്ടെത്തിയ അടയാളങ്ങൾ വ്യക്തമായി പരിശോധിക്കുകയും ചെയ്തു. അവിടെ ഞങ്ങൾ കണ്ടെത്തിയ അടയാളങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായത് അവൻ ഡാൽഡാലി പഹാർ എന്ന് വിളിക്കുന്ന മലനിരകളിലേക്ക് കടന്നുവെന്നാണ്. ഇടതൂർന്ന കാടുകളാൽ ചുറ്റപ്പെട്ട മലനിരകളാണത്. അവിടേക്ക് അവൻ അഭയം പ്രാപിച്ചതായി ഞങ്ങൾ സംശയിക്കുന്നു. കോൺസ്റ്റബിളും സംഘവും അവനെ പിന്തുടരുന്നത് അവൻ മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഭയന്നിരിക്കണം. അവന് മുറിവേറ്റ് കാണണം. ഇതെല്ലാം അവനെ ഭയജനിതനാക്കി കാണണം. അതിനാലൊക്കെ ആയിരിക്കാം അവനെ അശ്രദ്ധമായി മനുഷ്യരെ ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും നിർത്തി വനത്തിൽ അഭയം പ്രാപിക്കാൻ നിർബന്ധിതനാക്കിയത്. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇതായിരുന്നു. വലിയ നീളമുള്ള കൊമ്പുകളോട് കൂടിയ വലിയൊരു ആനയായിരുന്നു അത്. അവൻ മസ്ത് എന്ന അവസ്ഥയിലായിരിക്കണം. മസ്ത് എന്ന അവസ്ഥയിലായതുകൊണ്ടായിരിക്കണം അവൻ ഇത്രയും ആക്രമണ പരമ്പരകൾ അവിടെ തുടർന്നത്. മനുഷ്യരുടെ കൂട്ടനിലവുകളിലും രക്തത്തിലും അവൻ ആഹ്ലാദം കണ്ടെത്തിയത്. അവന്റെ രക്തദാഹം ഒരുപക്ഷെ അവസാനിച്ചത് മസ്തെന്ന അവസ്ഥ അവനെ വിട്ടുപോയപ്പോഴായിരിക്കാം. ആനകളെക്കുറിച്ച് വേണ്ടത്ര വിവരമൊന്നും എനിക്കില്ല. അതിനാൽ തന്നെ ഈ അവസ്ഥ എത്ര കാലം അവന് തുടരുമെന്ന് എനിക്കറിയില്ല. ആ മലനിരകളിലേക്ക് അഭയം പ്രാപിച്ച് അവൻ പിന്നീട് മലയിറങ്ങി പുറത്തേക്ക് വന്നില്ല. 1868 തൊട്ടടുത്ത വർഷവും ഒരു കാട്ടാന, ഒരുപക്ഷെ ഇവൻ തന്നെ ആയിരിക്കാം, ജില്ലയിൽ പ്രത്യക്ഷപ്പെടുകയും എന്നാൽ അവൻ പ്രത്യക്ഷപ്പെട്ട ഗ്രാമത്തിലെ ആളുകൾക്ക് ആൾനാശമൊന്നും വരുത്തിയില്ല. പറയേണ്ടക്ത വിധത്തിൽ സ്വത്തുക്കൾക്കും നാശമൊന്നും വരുത്തിയില്ല. പിന്നീട് കൊടിയനെ അവനെ കാണാതായി. ഇനിയും ഞാൻ പറയാൻ പോകുന്നത് 1871 ആദ്യ ഭാഗത്ത് മണ്ഡൽ ജില്ലയിൽ ആനയുടെ പ്രകടനങ്ങളെക്കുറിച്ചുള്ള പോലീസ് സൂപ്രണ്ടിന്റെ ലളിതമായ ഔദ്യോഗിക റിപ്പോർട്ടാണ്. വേനൽക്കാലത്തിന്റെയും മഴക്കാലത്തിന്റെയും 7 മാസങ്ങളിൽ മൃഗത്തെക്കുറിച്ചുള്ള ഒരു വിവരവും കേൾക്കാനോ കാണാനോ അവിടുത്തെ ആളുകൾക്കാവില്ല. എന്നാൽ തണുപ്പ് കാലം അടുക്കുന്നതോടെ അത് വീണ്ടും മസ്ത് എന്ന അവസ്ഥയിലേക്ക് ആവുന്നു. അതോടെ കാര്യങ്ങൾ മാറുന്നു. പിന്നീട് വനമിറങ്ങി വരുന്ന കാട്ടാന അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് പറയാം. 1871 നവംബർ 2 ഉച്ച കഴിഞ്ഞ് ഞാനൊരു ഗുരുതരമായ ക്രിമിനൽ കേസിന്റെ വിചാരണ പൂർത്തിയാക്കി. ജില്ലാ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന എല്ലാവരെയും എല്ലാത്തിനെയും അന്ന് ഉൾക്കൊള്ളിപ്പിച്ചിരുന്ന അത്ഭുതകരമായ കെട്ടിടത്തിന്റെ ഒരു ചെറിയ കോടതി മുറിയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ. FA നെയ്ലർ പോലീസിന്റെ ചുമതലയുള്ള ഒരു ഓഫീസറാണ്, അതായത് ജില്ലാ സൂപ്രണ്ടന്റ്. അപ്പോൾ അയാൾ അകത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, വർഷാരംഭത്തിൽ മണ്ഡൽ ജില്ലയിൽ അത്രയും ആളുകളെ കൊന്ന ആ കൊലയാന വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ബെഹ്റിന് സമീപം ഒരാളെ കൂടി അവൻ കൊന്ന് കഷ്ണങ്ങളാക്കി. ആ കൊലപാതകം നടന്നിരിക്കുന്നത് ബെഹർ ജില്ലയുടെ തഹസീൽദാറിന്റെ ഓഫീസിന്റെ സമീപത്തായിട്ടാണ്. ഞാൻ അയാളോട് പറഞ്ഞു, ശരി, നമുക്ക് അവന്റെ കളി ഇതോടെ അവസാനിപ്പിക്കണം. കഴിയുന്നത്രയും വേഗത്തിൽ നമുക്ക് അവിടേക്ക് പുറപ്പെടാം. അന്ന് വൈകുന്നേരം ഞങ്ങൾ ജോലി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തോക്കുകളും വെടിയുണ്ടകളുമായി സ്ഥലത്ത് എത്തിച്ചേരും. ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോയ വെടിയുണ്ടകളും തോക്കുകളും ഏതാണെന്ന് അറിയുവാൻ പലർക്കും ആഗ്രഹം കാണും. ഞാൻ പറഞ്ഞു തരാം. എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് 2 ബ്രീച്ച് ലോഡർ റൈഫിലായിരുന്നു. അതിന് 12 പൗണ്ട് തൂക്കമുണ്ട്. 28 ഇഞ്ച് ബാരലോട് കൂടിയവയായിരുന്നു അത്. നെയ്ലറുടെ കയ്യിലിരുന്നതും 2 റൈഫിലുകളാണ്. ഒന്ന് നമ്പർ 12 സിംഗിൾ ബാരലും മറ്റേത് നമ്പർ 12 സ്മൂത്ത് ബോറും. വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ സിവിൽ ഓഫീസറായി അവിടെ ജോലി ചെയ്യുന്നവർ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒന്നാണ് പുറത്തേക്ക് പോകണമെന്ന്. അതുകൊണ്ട് തന്നെ അവരെല്ലാം പുറത്തേക്ക് പോകുന്ന സമയവും ഇത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമായിരുന്നു. ഞങ്ങളുടെ സാമഗ്രികളും സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാളവണ്ടിയിൽ കയറ്റി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. നെയ്ലർക്ക് മൗലിയിലെ ഒരു പോലീസ് സ്റ്റേഷന്റെ കേസുമായി
വടക്ക് കിഴക്ക് കുറച്ചു ദൂരം പോകേണ്ടി വന്നു. അദ്ദേഹം അവിടെ ഇറങ്ങുകയും അത് നിൽക്കുന്നത് വൈൻഗംഗ താഴ്വരയിലാണ്. അദ്ദേഹം അവിടെ ഇറങ്ങി. അദ്ദേഹം കഴിയുന്നത്ര വേഗത്തിൽ ബെഹ്റയിൽ എന്നോടൊപ്പം ചേരാമെന്നും അവിടെ നിന്നും ഒരുമിച്ച് ആനയുടെ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് പോകാമെന്നും എനിക്ക് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ അവിടെ ഇറക്കിവിട്ട് ഞങ്ങൾ പോയത് നേരെ വനപാതയിലൂടെയും ഇടുങ്ങിയ പാതയിലൂടെയും 700 അടി ഉയരത്തിൽ നിൽക്കുന്ന കുന്നുകൾക്ക് മുകളിൽ നിൽക്കുന്ന ബെഹ്റയിലേക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ 3 വർഷമായി ഈ ഭാഗത്തെ ജില്ലാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കാടുമായി ജീവിക്കുന്ന ഗോത്ര വിഭാഗക്കാരുമായി ഞാൻ വലിയ സൗഹൃദത്തിലാണ്. ഈ കാര്യത്തിൽ അവരെന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1868 ഞാൻ ആദ്യമായി അവരെ അറിയുമ്പോഴും കേൾക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു അവിടുത്തെ അവസ്ഥ. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരെ അവിടുത്തെ ആളുകൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഗ്രാമത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവരുടെ ഗ്രാമം ഉപേക്ഷിച്ച് അവിടുത്തെ ആളുകളെല്ലാം തന്നെ കാടുകളിൽ കയറി അപ്രത്യക്ഷമാകാറാണ് പതിവ്. എന്നാൽ ഞാൻ അവിടേക്ക് എത്തുമ്പോഴേക്കും ആ സമയമാകുമ്പോഴേക്കും എൻ്റെ ഇടപെടലുകളും അവരോടുള്ള പെരുമാറ്റവും കാരണമായിരിക്കാം ഒരു സൗഹൃദം എനിക്കും അവർക്കിടയിലും ഉരുത്തിരിഞ്ഞു വന്നത്. ഞാൻ ഗ്രാമത്തിൻ്റെ അരികിലൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ സമീപത്ത് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുമ്പോഴോ അവരെന്നെ കാണുവാൻ വേണ്ടി എൻ്റെ ക്യാമ്പിലേക്ക് എത്താറുണ്ട്. അതുമാത്രമല്ല, മലയിറങ്ങി സമതലങ്ങളിലേക്കും എന്നെ കാണുവാൻ വേണ്ടി അവർ വരാറുമുണ്ട്. ഇന്ത്യയിലേക്ക് കടന്നു കയറിയ വിവിധ ഗോത്രങ്ങൾ കാലാകാലങ്ങളായി വേർപെട്ടും ഭിന്നിപ്പിച്ചും തള്ളിയ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗക്കാരാണ് ഇവർ. അവരെ പോലുള്ളവരെ ഇപ്പോൾ കുറച്ച് വിദൂര സ്ഥലങ്ങളിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ലോകത്തിലെ ഏതൊരു ജനതയെപ്പോലെയും അവരും കാടും ജീവിതവുമായി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവരാണ്. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സമ്പത്തും ആകെ ഒരു ഷില്ലിങ്ങിൽ വരുന്ന പാത്രത്തിൽ മാത്രം ഒതുങ്ങുമ്പോൾ അവരുടെ വീടുകൾ കമ്പുകളും മുളകളും പുല്ലുകളും ഇലകളും കൊണ്ട് നിർമ്മിച്ചവയാണ്. ആണി, അറം ചുറ്റിക, മറ്റൊരു ഉപകരണങ്ങളും അവരുടെ ചിന്തയിൽ പോലുമില്ല. അവരുടെ സാധാരണ കോടാലി മാത്രമാണ് വീട് നിർമ്മിക്കുവാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടുത്തെ ആദിവാസികളുടെ വസ്ത്രരീതികളെക്കുറിച്ച് പറഞ്ഞാൽ, പുരുഷന്മാരുടെ വസ്ത്രം അരയിൽ ചുറ്റിയ ഏതാനും ഇഞ്ച് വീതിയുള്ള ഒരു തുണിക്കഷ്ണവും തലയിൽ അതിനേക്കാൾ വീറി കുറഞ്ഞ ഒരു കീറിയ തുണിക്കഷ്ണവും മാത്രമാണ്. സ്ത്രീകൾക്ക് സാധാരണയായ കക്ഷം മുതൽ മുടി വരെ മറയ്ക്കുവാൻ മതിയായ ഒരു വലിയ തുണിക്കഷ്ണവും ഉണ്ടാകും. കാണ്ടബാൻ കുന്നിൻ്റെ കാടുകൾ നിറഞ്ഞ ഭീകരമായ മലഞ്ചെരിവുകളിലൂടെ അടിയിലൂടെ കടന്നു പോകുമ്പോൾ ഉച്ചയോടടുത്ത് ഒരൊറ്റപ്പെട്ട മൂലയിൽ കാഴ്ചയിൽ നിന്നും സുരക്ഷിതമായി മറഞ്ഞിരിക്കുന്ന നരോട്ടി ബൈക്കുകളുടെ ഒരു ചെറിയ ഗ്രാമത്തെ ഞാൻ മറന്നില്ല. ആനയെ ട്രാക്ക് ചെയ്ത് വളരെ ദൂരം വനത്തിലൂടെ സഞ്ചരിക്കേണ്ടതിൻ്റെ കാര്യം എനിക്കറിയാമായിരുന്നു. ക്ഷീണവും തളർച്ചയും വരുമെന്നും എനിക്കറിയാമായിരുന്നു. എൻ്റെ സഹായത്തിന് വേണ്ടി ഞാൻ ആദിവാസി ഊരിലെ കുറച്ച് ആളുകളെ കൂടെ കൂട്ടി. ബൈക്കുകളോട് എൻ്റെ ക്യാമ്പിൽ ചേരുവാൻ ഞാൻ ആവശ്യപ്പെട്ടു. അന്ന് വൈകുന്നേരം, അതായത് 1871 നവംബർ 3 ഞാൻ ജാലിയ എന്ന ബെഹ്റയിൽ നിന്നും 8 മൈൽ തെക്കുള്ള ഒരു ചെറിയ ഗ്രാമത്തിലെത്തി. അവിടെ മണ്ഡൽ പോലീസിൻ്റെ ജില്ലാ സൂപ്രണ്ട് മിസ്റ്റർ ഹാൻകിൻ ക്യാമ്പ് ചെയ്യുന്നതായി ഞാൻ കണ്ടു. അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിനോട് സംസാരിക്കുകയും ചെയ്തു. അയാളോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അദ്ദേഹം മണ്ഡൽ ജില്ലയിൽ നിന്നും ആനയെ പിന്തുടർന്നെങ്കിലും അതിനടുത്തെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നോട് അയാൾ പറഞ്ഞു അദ്ദേഹത്തിന് കൂടുതൽ പിന്തുടരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അയാൾ ആനയെ പിന്തുടർന്ന് അതിൻ്റെ അടുത്തെത്താൻ കഠിനമായി പ്രയത്നിക്കുകയും ചെയ്തു. എന്നാൽ അയാൾ അതിനടുക്കും തോറും അത് കൂടുതൽ അകന്നു പോകുകയാണ് ചെയ്യുന്നതെന്ന് അയാൾ പറഞ്ഞു. അയാൾ ഒരു സമർത്ഥനായ പോലീസുകാരനും കൂടാതെ കായിക താരവുമാണ്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് എൻ്റെ കൂടെ സഹായിച്ചുകൊണ്ട് ആനയുടെ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് ഇനിയും മുന്നിലേക്ക് പോകുവാൻ കഴിയില്ലെന്നും അടുത്ത ദിവസം രാവിലെ തന്നെ തൻ്റെ സ്വന്തം ജില്ലയിലേക്ക് മടങ്ങേണ്ടതിൻ്റെ ആവശ്യകത അയാൾ എന്നെ ധരിപ്പിക്കുകയും ചെയ്തു. സത്യത്തിൽ അത് കേട്ടതും ഞാൻ വീണ്ടും നിരാശനായി. ഞാൻ വീണ്ടും ട്രാക്കുകളും പിന്തുടർന്നുകൊണ്ട് ആനയെ അന്വേഷിച്ചു. അങ്ങനെ ഒക്ടോബർ 27 ആന മണ്ഡല അതിർത്തിയിൽ നിന്നും ഏകദേശം 15 മൈൽ അകലെയുള്ള ബഹ്റൈൻ്റെ ചെറിയൊരു ഊരായ സിംബഗാക് ടോളയിൽ എത്തിച്ചേർന്നു എന്ന് മനസ്സിലായി. സിംഗബാക് ടോള എന്നാൽ ടോള ഗ്രാമത്തിന്റെ പ്രധാന ഭാഗത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന കുറച്ച് വീടുകളുടെ കൂട്ടമാണ്. അവിടേക്കാണ് ആന ഇപ്പോൾ കടന്നു കയറിയതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. വർഷത്തിൽ ഈ സമയത്ത് ജൂണിലെ മഴക്കാലത്തിന്റെ തുടക്കത്തിൽ നട്ടവിളകൾ കൊയ്യുവാൻ വിളകളെല്ലാം തയ്യാറായി നിൽക്കുന്ന സമയമാണ്. അവിടുത്തെ കർഷകർ അവരുടെ കൃഷിയിടത്തിൽ വലിയ മച്ചാനുകൾ കെട്ടിയൊരുക്കിയിട്ടുണ്ട്. കാട്ടിൽ നിന്നും എത്തുന്ന വന്യമൃഗങ്ങൾക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയുന്നതിനും അത്രയും ദൂരത്താണ് അവരുടെ മച്ചാനുകൾ അവർ കെട്ടിയൊരുക്കിയിരിക്കുന്നത്. ഏകദേശം 10 തൊട്ട് 12 അടി വരെ ഉയരമുള്ള തൂണുകളിലാണ് അവർ മച്ചാൻ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ കെട്ടി നിർമ്മിച്ച മച്ചാനിന് മുകളിൽ നിന്നാണ്
അവരുടെ വയലുകളെ അവർ കാട്ടുമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത്. അവിടേക്ക് എത്തുന്ന മാനുകളെയും കാട്ടുപന്നികളെയും അവർ അവിടെ നിന്നാണ് ആട്ടി ഓടിക്കുന്നത്. ഇത്തരം മൃഗങ്ങളുള്ളിടത്ത് സാധാരണയായി കടുവകളും പുല്ലിപ്പുളുകളും കരടികളും എത്താറുണ്ട്. ഇവയുടെ ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർശനം കാരണമാണ്, അതുകൊണ്ട് മാത്രമാണ് പ്ലാറ്റ്ഫോമുകൾ നിലത്തു നിന്നും ഇത്രയും ഉയരത്തിൽ അവർ സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത്. ചിലപ്പോൾ വാർദ ജില്ലയിലെ പ്രസിദ്ധമായ അസോലയിലെ നരഭോജിയായ പുള്ളിപ്പുലികളുടെ കാര്യത്തിലെന്ന പോലെ മനുഷ്യരക്തത്തിന്റെ രുചി അറിഞ്ഞ പുള്ളിപ്പുലികൾ മച്ചാന് മുകളിൽ കയറുകയും പല ആവർത്തിയിലും ഇവിടുത്തെ ആളുകളെ പിടിച്ചുകൊണ്ടു പോകുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കുവാൻ വേണ്ടി രണ്ടുപേർ ഒരുമിച്ചാണ് മച്ചാനിൽ കഴിച്ചുകൂട്ടുന്നത്. ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റേയാൾ കാവൽ നിൽക്കും. പലപ്പോഴും മച്ചാന്റെ അടിയിൽ തീ കൂട്ടാറുണ്ട്. ഇങ്ങനെ തീ കൂട്ടുന്നതിൽ നിന്നും മൃഗങ്ങളെ അവിടേക്ക് വരുന്നത് അകറ്റുവാൻ അവരെ സഹായിക്കാറുമുണ്ട്. സിംഗ്ബാക് ടോളയിൽ ആ രാത്രിയിൽ ഒരു വയസ്സനായ ഘോണ്ടും അയാളുടെ മകനും അവരുടെ വിളകൾക്ക് കാവൽ നിന്നു മച്ചാനിൽ. രാത്രി, അതായത് അർദ്ധരാത്രി ആയപ്പോൾ ഉയർന്ന പ്രദേശങ്ങളിൽ തണുത്ത കാറ്റ് വീശാറുണ്ട്. നേത്ത വസ്ത്രധാരികളായ അവരെ ആ തണുത്ത കാറ്റ് കൂടുതലും ചൂടുള്ള പ്രദേശത്തേക്ക് അടുപ്പിച്ച് നിർത്താറുണ്ട്. അങ്ങനെ അല്പം ചൂടുള്ള ഒരു വശത്തേക്ക് അവർ നീങ്ങിയിരുന്നു. പതിയെ ചൂട് കൊണ്ടുകൊണ്ട് നല്ല ഉറക്കത്തിലേക്ക് പോയ സമയം ആ വൃദ്ധനായ ഗോണ്ടിന്റെ കൂടെ വന്ന തൻ്റെ മകൻ ഇതുവരെയും ആ വനത്തിൽ കേൾക്കാത്ത ഒരു ഭാരമായ കാലടിയുടെ ശബ്ദം അവരുടെ മച്ചാന്റെ അരികിലേക്ക് അടുത്തടുത്ത് വരുന്നത് കേട്ടു. അവൻ ശബ്ദം ചെവിയോർത്ത് ശ്രവിച്ചു. അതൊരു കടുവയുടെയോ പുള്ളിപ്പുലിയുടെയോ അല്ലെങ്കിൽ മറ്റേതോ മൃഗത്തിൻ്റെയോ കാലടിയുടെ ശബ്ദമല്ല. അവൻ ആ ശബ്ദം ചെവിയോർത്തു. അതിപ്പോൾ ഏകദേശം തങ്ങളിരിക്കുന്ന ആ മച്ചാന്റെ അരികിലെത്തി. അപ്പോൾ മാത്രമാണ് ആ ജീവിയെ അവൻ തിരിച്ചറിഞ്ഞത്. അത് മറ്റൊന്നും ആയിരുന്നില്ല, അതൊരാനയായിരുന്നു. അവൻ അപ്പോഴാണ് അത് ഓർത്തത്. തങ്ങളുടെ ഗ്രാമം നിൽക്കുന്ന ചുറ്റുപാടുമുള്ള 50 മൈൽ ചുറ്റളവിൽ വളർത്താനകളോ കാട്ടാനകളോ ഇല്ല എന്ന ആ സത്യം. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മണ്ഡലകാലത്ത് നിരവധി മനുഷ്യരെ കൊന്ന കൊലയാനെപ്പറ്റി അവൻ ഇതിനു മുന്നേ കേട്ടിരുന്നു. ഒരു ഭയത്തോടെ മാത്രം ആ ചിന്ത അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അവനിപ്പോൾ കണ്ട ആ ആന മറ്റാരുമല്ല എന്നും മണ്ഡല ജില്ലയിൽ അന്നിറങ്ങിയ ആ കൊലയാനയാണെന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു. അവൻ ഉടനെ മച്ചാണിൽ ഉറങ്ങിക്കിടന്ന തൻ്റെ അച്ഛനെ ഉണർത്തി. മച്ചാണിൽ നിന്നും എത്രയും വേഗം താഴേക്കിറങ്ങാനും കടിയുന്നത്രയും വേഗത്തിൽ ഓടുവാനും അവൻ വിളിച്ചു പറഞ്ഞു. അവൻ്റെ കാലുകൾക്ക് എത്ര വേഗം കൈവരിക്കുവാൻ കഴിയുമോ അത്രയും വേഗത്തിൽ ഗ്രാമം ലക്ഷ്യമാക്കി അവൻ ഓടി. എന്നാൽ അവൻ്റെ അച്ഛന് അവനെ പിന്തുടരുവാൻ അത്രയും വേഗത പോരായിരുന്നു. അവരെ പിന്തുടർന്ന് അവരുടെ ചലനങ്ങൾ ശ്രദ്ധിച്ച് അവർക്കൊപ്പം ഓടിയെത്തിയ കാട്ടാനയ്ക്ക് അവൻ്റെ പുറകിൽ ഓടി വന്ന തൻ്റെ പിതാവിനെ പിടികൂടുവാൻ സാധിച്ചു. തുമ്പക്കൈയിൽ പെറുക്കിയെടുത്ത് നിലത്തേക്കടിച്ചു. വലിയൊരു നിലവിളി മാത്രം അവിടെ ഉയർന്നു കേട്ടു. കരഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ ഗ്രാമത്തിലേക്ക് ഓടിയെത്തി. പിറ്റേ ദിവസം കാലത്തെ തന്നെ തൻ്റെ അച്ഛനെ തിരക്കിയെത്തിയപ്പോൾ അവർക്കും അവരുടെ കുടുംബത്തിനും കാണുവാൻ സാധിച്ചത് മാംസങ്ങൾ അടിച്ചുകൂട്ടിയ മണ്ണിൽ പൊതിഞ്ഞ ചോര കലർന്ന കുറച്ച് മാംസപിണ്ഡങ്ങൾ മാത്രമായിരുന്നു. ഒക്ടോബർ 28 ആന എവിടേക്കാണ് അപ്രത്യക്ഷമായതെന്ന് ആർക്കും അറിയുവാൻ സാധിച്ചില്ല. എന്നാൽ ഞായറാഴ്ച രാത്രിയിൽ 29 ജാഡ് ഗ്രാമത്തിന്റെ വടക്കുള്ള വയലുകളിൽ അവൻ കൊടിയനെ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഒരു ഗോണ്ടിന്റെ നെൽപ്പാടത്തിലായിരുന്നു അവൻ കയറിയത്. അവിടെ അയാളും അയാളുടെ ഭാര്യയും ഒരു മച്ചാനിൽ കാവൽ നിൽക്കുകയായിരുന്നു. ആ സമയം അയാളുടെ ഭാര്യയ്ക്ക് വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ തികച്ചും ജാഗരൂകരായി ചുറ്റുപാട് നിരീക്ഷിക്കുകയായിരുന്നു. കാരണം 2 രാത്രികൾക്ക് മുൻപേ ആനയുടെ പ്രവർത്തികളെക്കുറിച്ച് അവൾ കേട്ടിരുന്നു. ആനയുടെ വരവ് അറിഞ്ഞ ഉടനെ തന്നെ അവൾ ഭർത്താവിനെ ഉണർത്തി. അടുത്ത വയലിലെ മച്ചാനിൽ 2 ആൺകുട്ടികൾ ഉണ്ടെന്ന് അവൾ ഓർത്തു. താഴേക്കിറങ്ങുകയും അവരെ വലിയ വായിൽ വിളിച്ചു കൂവുകയും ചെയ്തു. അങ്ങനെ അവരോടും ഓടാൻ പറഞ്ഞതിനു ശേഷം ഭർത്താവിനെയും കൂട്ടി അവർ ഗ്രാമം ലക്ഷ്യമാക്കി ഓടി. ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ പോലെ ഒരു ഗ്രാമത്തിന്റെ എല്ലാ വീടുകളും അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവളുടെ ഭർത്താവിന് വ്യക്തമായി അവൾ ആദ്യം മുന്നറിയിപ്പ് നൽകിയത് അവളെ വിശ്വസിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ ചലനങ്ങൾ അത്രയും വേഗത്തിലായിരുന്നില്ല. അയാളുടെ ഓട്ടവും നടപ്പുമെല്ലാം വളരെ വേഗത്തിലായിരുന്നില്ല. എന്നാൽ ഇവിടെയും മറിച്ചല്ല സംഭവിച്ചത്. ആന അവരെ പിന്തുടരുകയും താരതമ്യേന വേഗം കുറഞ്ഞ അവളുടെ ഭർത്താവിനെ ആന പിടികൂടുകയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ ഗ്രാമത്തിലെ ആളുകൾ അയാളെ തിരക്കി വയലിലെത്തി. അപ്പോൾ അവർ അവിടെ കണ്ട കാഴ്ച വളരെ വേദനാജനകമായ കാഴ്ചയായിരുന്നു. കാരണം അന്ന് രാത്രിയിൽ അവിടെ ഉയർന്ന നിലവിളികൾ ആ ഗ്രാമത്തെ തന്നെ പിടിച്ചു കുലുക്കിയിരുന്നു. ആ നിലവിളിയുടെ വേദന എത്രമാത്രമാണെന്ന് ആ ശരീരം കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ശരീരത്തിൽ നിന്നും തല വേർപെട്ടിരുന്നു. ഏകദേശം ശരീരത്തിന്റെ താഴ്ഭാഗം ചവിട്ടി അരയ്ക്കപ്പെട്ട നിലയിലായിരുന്നു. വലതുകാൽ സഹിതം കുറച്ചകലെ നിന്നാണ് കിട്ടിയത്. ഇടതുകാൽ പറിച്ചെടുത്ത് വാരകൾക്കപ്പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നു. ഗ്രാമത്തിന്റെ വടക്കുള്ള വയലുകളിൽ അവൻ അലഞ്ഞു നടന്നു. കൂടുതൽ ഇരകളെ അവിടെ നിന്നും അവനെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ആന തെക്കോട്ട് അലഞ്ഞത്.
അവിടുത്തെ വയലുകളിൽ ചിതറിക്കിടക്കുന്ന കാവൽ മാടങ്ങളെ അവൻ ആക്രമിച്ചത്. ആനയുടെ അവിടേക്കുള്ള വര പറഞ്ഞ ഗ്രാമത്തിലെ ആളുകൾ അവരുടെ കാലുകളിൽ അവരെ കൊണ്ടാകുന്ന വിധത്തിൽ വേഗത കൈവരിച്ച് ഗ്രാമത്തിലേക്ക് ഓടിയെത്തി. ഗ്രാമത്തിലെ കുടിലുകളിൽ അഭയം പ്രാപിച്ചു. എന്നാൽ വയസ്സരായ അവർ അത്രയും വേഗത കൈവരിക്കുവാൻ കഴിയാത്ത വൃദ്ധനായ ഘോണ്ട എന്നോട് പറഞ്ഞത് ഇതാണ്. അയാൾ തലനാരിഴയ്ക്കാണ് ആനയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. ആ കഥയാണ് അയാൾ എന്നോട് പറഞ്ഞത്. മറ്റുള്ളവർ ആന വരുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ഏറുമാടത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി വയലിലൂടെ അവരുടെ ഗ്രാമം ലക്ഷ്യമാക്കി കുതിച്ചോടി. വൃദ്ധനായി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? അവരുടെ അത്രയൊന്നും വേഗത എനിക്കുണ്ടായിരുന്നില്ലല്ലോ. 2-3 ദിവസങ്ങൾക്ക് മുന്നേ എല്ലാം നടന്ന സംഭവങ്ങൾ എൻ്റെ കാതിൽ ഇപ്പോഴുമുണ്ട്. ഓടുന്നവരെ ഓടിച്ചിട്ട് പിന്തുടർന്ന് കൊല്ലുന്ന ആനയുടെ ക്രൂരതകളെപ്പറ്റി. ഞാൻ ഒരു നിമിഷം മരണത്തെ മുന്നിൽ കണ്ടു. ഞാൻ വളരെ വേഗം ഓടുവാൻ ശ്രമിച്ചു. എന്നാൽ പ്രായം എന്നെ വല്ലാതെ തളർത്തിയിരുന്നു. അപ്പോഴേക്കും എനിക്ക് മരണം മുഖാമുഖം കണ്ട സമയം. നെൽക്കതിരുകൾ ചവിട്ടി നിരത്തിക്കൊണ്ട് ആനയുടെ കാലടികൾ എൻ്റെ തൊട്ടു പിന്നിലെത്തിയെന്ന് ഞാൻ മനസ്സിലായി. എൻ്റെ സർവ്വശക്തിയും എടുത്ത് ഞാൻ മുന്നിലേക്ക് മലർന്നു കിടന്നു വയലിലേക്ക്. ആന എൻ്റെ തൊട്ടു പിന്നിലെ ചാർജ് ചെയ്തു വരികയും വീണുകിടക്കുന്ന എൻ്റെ മുകളിലേക്ക് അവൻ വന്ന് നിൽക്കുകയും ചെയ്തു. മരണം എൻ്റെ അരികിൽ ഒരു നിമിഷത്തേക്ക് കളിയാടി. എൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. മരണഭീതിയിൽ ഞാൻ എല്ലാം കഴിച്ചു. കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ കൂർത്ത 2 കൊമ്പുകൾ എൻ്റെ ശരീരത്തിന് ഇരുവശത്തേക്കും മണ്ണിലേക്ക് വന്ന് തറച്ചു. എൻ്റെ കഥ അവിടെ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. മരണപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. കൊമ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീക്കിയിരുന്നെങ്കിൽ അതെൻ്റെ ശരീരം തുളച്ചുകൊണ്ട് മണ്ണിലേക്ക് തുളച്ച് കയറിയേനെ. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല അവിടെ നടന്നത്. കൊമ്പുകൾ എൻ്റെ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലൂടെയും മണ്ണിലേക്കായിരുന്നു തുളച്ച് കയറിയത്. ഞാൻ ആ കൈകൾ ഉയർത്തി ആ കൊമ്പിലേക്ക് പിടിച്ചു. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവമായ ഗണേശനെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു, തൊഴുതു പ്രാർത്ഥിച്ചു. എന്നെ ഉപേക്ഷിച്ച് ആന അപ്പോഴേക്കും ഓടി ദൂരേക്ക് അകന്നു കഴിഞ്ഞിരുന്നു. ആ വൃദ്ധൻ എന്നോട് പറഞ്ഞ കഥ വിശ്വസിക്കുവാൻ എനിക്കൊട്ടും സാധിക്കുമായിരുന്നില്ല. അയാൾ സങ്കല്പിച്ചും കൂട്ടിപ്പറഞ്ഞതുമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അത് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ അയാളോട് പല ചോദ്യങ്ങളും ഉന്നയിച്ചു, ചോദ്യങ്ങളും ചോദിച്ചു. എന്നാൽ വൃദ്ധൻ തൻ്റെ കഥയിൽ ഉറച്ചു തന്നെ നിന്നു. അയാൾ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു, ആ ആനയുടെ കൊമ്പിൽ ഞാൻ പിടിച്ചതാണെന്ന്. 2-3 ദിവസങ്ങൾക്കപ്പുറം ആ ഗ്രാമം ഉപേക്ഷിച്ച് അവൻ അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. ഭണ്ഡാരി എന്ന ഗ്രാമത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് തൊലിട്ടോൾ എന്ന ചെറിയ ഊരിലേക്കായിരുന്നു അവൻ പോയത്. അവിടെ അവൻ എത്തുകയും 6 വീടുകൾ അവൻ തകർക്കുകയും ചെയ്തു. ചുമരുകൾ ഇടിച്ചിടുകയും മേൽക്കൂരുകൾ തള്ളിമറിച്ചിട്ട് വലിച്ചിഴച്ചുകൊണ്ട് നടക്കുകയും ചെയ്തു. അവൻ പൂർണ്ണമായി നശിപ്പിച്ച് അതിൽ രസിച്ചുകൊണ്ടിരുന്നു. ഇതുമാത്രമായിരുന്നില്ല, അവിടുത്തെ ആളുകൾ കൃഷിയിൽ നിന്നും സംഭരിച്ചു വെച്ചിരുന്ന ധാന്യങ്ങൾ, ധാന്യപ്പുരകൾ എന്നിവയും അവൻ നശിപ്പിച്ചു. അവിടെ നിന്നും ആവോളം ധാന്യങ്ങൾ അവൻ ആഹരിക്കുക കൂടി ചെയ്തു. അവിടുത്തെ ആളുകൾ ഭയം കൊണ്ട് വിറച്ച് തങ്ങളുടെ കുടിലുകളിലും ബാക്കിയുള്ളവർ അവിടെ നിന്ന് ചിതറി ഓടി വനങ്ങളിലും അഭയം പ്രാപിച്ചു. ഗോണ്ടുകളുടെ വീടുകൾ എങ്ങനെയാണെന്ന് ഞാൻ പറയാം, നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അവരുടെ വീടുകൾ തികച്ചും ദുർബലമായ നിർമ്മിതികളാണ്. ഇത്രയും കഠിനമായ ആനകളുടെ ആക്രമണത്തെയും മറ്റും ചേർത്ത് നിൽക്കുവാൻ അവരുടെ ചുമരുകൾക്ക് കഴിയില്ല. കാരണം അവരുടെ ചുവരുകൾ നിർമ്മിച്ചിരിക്കുന്നത് മുളകൾ കൊണ്ടാണ്. മുളകൾ കീറി അത് മാറ്റുപോലെ അടുക്കി വെച്ച് അകവും പുറവും ചെളി തേച്ച് നിർമ്മിച്ചവയാണ് അവരുടെ ചുവരുകൾ. വീടിന്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് കൈത്തണ്ടയുടെ നീളമുള്ള ഈറകളും പുല്ലുകളും ഇലകളും എല്ലാം ഉപയോഗിച്ചാണ്. ആണികൾ അവർ ഉപയോഗിച്ചിട്ടില്ല. പകരം മൃഗത്തിന്റെ തോലുകളും മറ്റും ഉപയോഗിച്ചാണ് അവ കൂട്ടിക്കെട്ടിയിരിക്കുന്നത്. അവിടുത്തെ ആളുകളുടെ ഭൂരിഭാഗം വീടുകളിലും ചതുരാകൃതിയിലുള്ള ഡോൾ ഹൗസ് എന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ സംഭരണി എന്നാണ് പറയുന്നത്. അവിടെയാണ് അവർ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ധാന്യങ്ങളും മറ്റും ശേഖരിച്ചു വയ്ക്കുന്നത്. മുളകൾ കൊണ്ടുള്ള മാറ്റുകൊണ്ട് നിർമ്മിച്ച ഒരു ചതുര ബോക്സ് ആണ്. അതിനു ചുറ്റും അവർ അകവും പുറവും ചെളികൾ തേച്ച് വായു കടക്കാതെ അത് നിർമ്മിക്കുന്നു. അവരുടെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ ധാന്യങ്ങളും അവിടെയാണ് അവർ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. അവിടേക്കെത്തുന്ന ആനയ്ക്ക് വളരെ എളുപ്പമാണ്. മേൽക്കൂര പൊക്കി മാറ്റിയോ അല്ലെങ്കിൽ ചുവരുകൾ തകർത്തോ അവർ ഡോൾ ഹൗസിന്റെ അരികിലേക്ക് എത്തുന്നു. അത് തകർത്ത് അവർക്ക് തുമ്പിക്കൈ കൊണ്ട് എത്താവുന്ന വിധത്തിലുള്ള ധാന്യങ്ങൾ എടുക്കുകയും ബാഹ്യ ചിതറിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവിടെയുള്ള സാധന സാമഗ്രികളെല്ലാം അവൻ തകർത്ത് കളയുന്നു. അവന് വേണ്ടത്രയും ആഹാരം, ധാന്യങ്ങൾ അവിടെ നിന്നും ആഹരിച്ച ശേഷം ബാക്കി വെച്ചിട്ട് പോകുകയാണെങ്കിൽ അത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയില്ല. എന്നാൽ അവൻ്റെ തുമ്പിക്കൈ കൊണ്ട് എത്താൻ കഴിയുന്ന അത്രയും അവൻ ആഹരിക്കുകയും ബാക്കിയുള്ളവ അടിച്ചു തകർക്കുകയുമാണ് ചെയ്യുന്നത്. അതിൽ അവൻ ആനന്ദം കണ്ടെത്തുന്നതായി അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി. ആന ഗ്രാമത്തിലേക്ക് കടന്നു വരികയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും വീട്ടിൽ താമസിക്കുന്ന അവിടുത്തെ ആളുകൾ ഓടിപ്പോകും. അവരുടെ വീടുകളിലേക്ക് ഓടിയെത്തുന്ന ആന വീട് തകർത്തുകൊണ്ട് നിൽക്കുന്ന സമയമായിരിക്കും വീട് വിട്ട് അവർ ദൂരേക്ക് ഓടിയകലുന്നത്.
കുറച്ചു ദൂരം ആന അവരെ പിന്തുടരുവാൻ ശ്രമിക്കും. ആനയ്ക്ക് അവരെ കിട്ടിയില്ല എങ്കിൽ ആന തിരികെ അവരുടെ ഗ്രാമത്തിലെ ആ വീടുകളിലേക്ക് വരികയും പൂർണ്ണമായും വീട് തകർക്കുകയും ചെയ്യും. ഇതിലെല്ലാം ഭയന്നുപോയ അവിടുത്തെ ആളുകൾ പ്രാദേശിക പൂജാരിയുടെ വീട്ടിൽ ഒത്തുകൂടി. പൂജാരിയാണ് എല്ലാ മതപരമായ ചടങ്ങുകളും അവിടെ നിർവഹിക്കുന്നത്. അവിടുത്തെ പൂജാരിയിൽ അവിടുത്തെ ആളുകൾ അന്ധമായി വിശ്വസിച്ചു. പിശാചുക്കളെ പുറത്താക്കുവാനും അതിർത്തികൾ നിർണ്ണയിക്കുവാനും കടുവകളുടെ വാ മൂടിക്കെട്ടുവാനും അവിടുത്തെ പൂജാരിക്ക് കഴിയുമെന്ന് അവിടുത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും ഒരാനയ്ക്ക് അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ ആന ആ പൂജാരിയെ തേടി അയാളുടെ വീട്ടിലേക്ക് വന്നു. പൂജാരി തൻ്റെ പൗരോഹിത്യ ശക്തിയും പ്രദർശിപ്പിക്കുവാനുള്ള നല്ലൊരു അവസരമായിരുന്നു അത്. ആന പുരോഹിതന്റെ വീട് ലക്ഷ്യമാക്കി ചാർജ് ചെയ്തു വന്നു. അത് തകർക്കുവാൻ തുടങ്ങിയ സമയം പൂജാരി ഓടി തൻ്റെ വീടിൻ്റെ വാതിക്കൽ വന്നു നിന്നു. എന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു, "ഓ ഗണേഷ് മഹാരാജ്, ഇത്തവണ എന്നെ വെറുതെ വിടൂ. ഇന്ന് വീട്ടിൽ നിരവധി കുട്ടികളും ആളുകളുമുണ്ട്. അവരെല്ലാം പാവപ്പെട്ടവരാണ്, ഈ ഞാനും." എന്നാൽ ഇതൊന്നും ആന കേട്ട മട്ട് നടിച്ചില്ല. അവനൊന്ന് തലകുലുക്കി മുറ്റത്തേക്ക് ഒന്നിറങ്ങി തിരിഞ്ഞു നിന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയി അവൻ്റെ വീട് തകർക്കുന്നതിൽ അവൻ ആഹ്ലാദം കണ്ടെത്തി. ആ വീടിനുള്ളിൽ അഭയം പ്രാപിച്ചിരുന്നവർക്ക് ഇത് താങ്ങുന്നതിനും അപ്പുറമായിരുന്നു. ഭയന്ന് നിലവിളിച്ചുകൊണ്ട് പൂജാരിയും അവിടുത്തെ ആളുകളും അടുത്തുണ്ടായിരുന്ന ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി. അവർ ഓടിച്ചെന്നത് ഭണ്ഡേരി ഗ്രാമത്തിലേക്കായിരുന്നു. അവിടെ ഏകദേശം 2 ദിവസത്തോളം അവർ താമസിച്ചു. 1871 നവംബർ 3 രാവിലെ ഞാൻ എൻ്റെ ക്യാമ്പുമായി ജട്ടയിലെത്തിയപ്പോൾ കാര്യങ്ങളുടെ അവസ്ഥ ഇതായിരുന്നു. ആന അപ്രത്യക്ഷമായിരുന്നു. അപ്പോഴേക്കും അത് ഏതു ദിശയിലേക്കാണ് പോയിരിക്കുന്നതെന്ന് ആർക്കും പറയാനായില്ല. ബെഹറും ജട്ടയും സ്ഥിതി ചെയ്യുന്ന ചെറിയ ഭാഗമായ വെട്ടിത്തെളിച്ച പ്രദേശം, എല്ലാ ഭാഗത്തും 100 അടിയോളം ഉയരത്തിൽ നിൽക്കുന്ന കുന്നുകൾ, മലനിരകൾ, അവയെല്ലാം ചുറ്റപ്പെട്ട് ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളും മുളകളും നിറഞ്ഞ കാടുകൾ, വഴിയില്ലാത്ത കാടുകളാൽ മൂടപ്പെട്ടിരിക്കുന്ന ഈ വനപ്രദേശം വടക്ക് മണ്ഡല ജില്ല വഴി റേവയിലേക്കും കിഴക്ക് ഛത്തീസ്ഗഡ് സമതലത്തിന്റെ പടിഞ്ഞാറ് വടക്കും അതിർത്തിയിലുള്ള കുന്നുകൾ വഴി അമർകണ്ടകളിലേക്കും തെക്ക് ബസ്തറിലെ വനപ്രദേശത്തിലേക്കും പടിഞ്ഞാറ് താഴ്വരയിലേക്ക് മുകളിലുള്ള മലനിരയിലേക്കുമാണ് വ്യാപിച്ചു കിടക്കുന്നത്. നമ്മൾ ഇവിടേക്ക് വരുന്ന വഴിയിൽ മിസ്റ്റർ ഹാങ്സിൻ ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായി ഒരിടത്ത് പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ? കുറച്ച് സമയത്തിനപ്പുറം അയാളുടെ ഒരു ദൂതൻ എൻ്റെ അരികിലേക്ക് എത്തി. അയാൾ മാത്രം എത്തിയിരുന്നില്ല. ടൊളിലോയിലെ വീടുകൾ തകർത്ത ശേഷം അവൻ തെക്കോട്ട് പോകുന്നത് കണ്ടതല്ലാതെ ആ ഭീകര ജന്തുവിനെ കുറിച്ച് മറ്റൊന്നും അറിയുവാൻ സാധിച്ചില്ല. അത് ഞാനിപ്പോൾ നിൽക്കുന്ന ക്യാമ്പിന്റെ ചുറ്റുപാടുമുള്ള കാടുകളിൽ എവിടെയോ മറിഞ്ഞിരിക്കുകയാണ് എന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയുവാൻ കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ കാണ്ടാപാറയിൽ നിന്നുള്ള എൻ്റെ നല്ല സുഹൃത്തുക്കളായ ബൈക്കുകൾ എന്നെ സഹായിക്കുവാൻ തയ്യാറായില്ലായിരുന്നുവെങ്കിൽ ചുറ്റുമുള്ള വനങ്ങളെല്ലാം എനിക്കൊരു വൈക്കോൽ കോനയും ആന എനിക്കൊരു സൂചിയുമായി തോന്നിയേനെ. എനിക്കൊരിക്കലും ഈ കാടിൽ നിന്നും ആനയെ കണ്ടെത്തുവാൻ സാധിക്കില്ലായിരുന്നു. ഈ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത കഥയിൽ നമ്മൾ തുടരുന്നതായിരിക്കും. ആനയുടെ സമ്പലബഹുലമായ കഥ അടുത്ത ഒരു ഭാഗം കൊണ്ട് തീർക്കുവാൻ ഞാൻ കഴിയുന്നതും ശ്രമിക്കുന്നതാണ്. അത്രയും വലിയൊരു കഥയാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള കഥകളാണ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.